ആശമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. നാളെ വൈകിട്ട് ആരോഗ്യമന്ത്രിയുമായി ചർച്ച. രേഖാമൂലം ഉറപ്പ് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ ലഹരിവേട്ട. നാവികസേന പിടിച്ചെടുത്തത് 2500 കിലോയോളം ലഹരി വസ്തുക്കൾ. കണ്ടെത്തിയത് സംശയാസ്പദമായ നിലയിൽ കണ്ട ബോട്ടിൽ നിന്ന്. മലയാള സിനിമാ മേഖലയുമായി ലഹരി ഇടപാടെന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതി. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് നൽകിയെന്ന് എക്സൈസിന് തസ്ലീന സുൽത്താനയുടെ മൊഴി. നടന്മാരുമായുള്ള ലഹരി ഇടപാടിന്റെ ഡിജിറ്റൽ തെളിവുകളും. വാളയാർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവ്. കോടതി നടപടി കുറ്റപത്രം റദ്ദാക്കണമെന്ന ഹർജിയിൽ. സിപിഎം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. പാർട്ടി അംഗങ്ങളുടെ നിലവാരം ഉയർത്തണമെന്ന് സംഘടനാ റിപ്പോർട്ട്. അസാധാരണ നടപടിയിലൂടെ യുകെയിൽ നിന്നുള്ള പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കിയത് പാർട്ടിക്ക് കിട്ടിയ പരാതിക്ക് പിന്നാലെ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മുഹമ്മദ് മുഹസിൻ MLA. അടിച്ച് മോന്ത പൊളിക്കുമെന്ന് ഭീഷണി. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മോന്ത പൊളിക്കും. നേരിട്ട് നിനക്ക് അറിയാം അവിടെ നിയമസഭയിൽ. MLAയുടെ പ്രകോപനം വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ അപമാനിച്ചുവെന്നാരോപിച്ച്